ക്രൊയേഷ്യയെ മറികടന്ന് പോർച്ചുഗൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുകയാണ്. അവസാന വിസിൽ വരെ ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ ഒന്നിനെതിരെ 2 ഗോളുകൾക്കാണ് പോർച്ചുഗലിന്റെ ജയം. പോർച്ചുഗൽ സ്വന്തമാക്കിയത് ഗോൾ രഹിതമായിരുന്നു ആദ്യ പകുതി. 53-ാം മിനിറ്റിൽ ക്രൊയേഷ്യയാണ് ആദ്യം സ്കോർ ചെയ്ത് പോർച്ചുഗൽ ആരാധകരെ ഞെട്ടിച്ചത്. 68-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ സമനില പിടിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പെനാൽറ്റി പോർച്ചുഗൽ സമനില സമ്മാനിച്ചു. ഇഞ്ചുറി ടൈമിലാണ് വിജയ ഗോൾ നേടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ക്രൊയേഷ്യൻ ഇതിഹാസം ലൂക്ക മോഡ്രിച്ചിന്റെ അവസാന ലോകകപ്പ് മത്സരം കൂടിയായിരുന്നു ഇത്. പറഞ്ഞൊരു കാര്യമാണ്, ക്രൊയേഷ്യ 2018 മെസ്സിനെയും ടീമിനെയും പുറത്താക്കി. 2022 നെയ്മറിനെയും മുള്ളനെയും പുറത്താക്കി. അവസാന മിനിറ്റ് വരെ പക്ഷേ സസ്പെൻസ് ആയിരുന്നു ഇല്ലേ? നമ്മള് കളിയൊക്കെ നമ്മളെ ആദ്യം മനസ്സിലാക്കി. എനിക്ക് കാണാനിരിക്കുന്നത് അണ്ണന്റെ പിള്ളേരുടെ പൂരമായിരിക്കും. എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഭയങ്കര സസ്പെൻസ് ആയിരുന്നല്ലേ? അവസാന നിമിഷം വരെ ടെൻഷൻ അടിച്ചോ? റൊണാൾഡോ പുറത്തു പോകുമെന്ന് വിചാരിച്ചോ ഒരു ഘട്ടത്തില്? ഇനി കപ്പടിക്കുമോ? ഏറ്റവും ടഫ് മാച്ച് ഇതായിരുന്നല്ലേ? ക്രൊയേഷ്യ തുള്ളിയിട്ട് ശബ്ദിക്കാൻ വയ്യ. സൗണ്ട് പോയോ? കാറി രണ്ടാമത്തെ ഗോൾ അടിച്ചപ്പോ പോർച്ചുഗലിൽ കുടുങ്ങിയപ്പോ ജയ്സൂരി വലിയ മാച്ചായിരുന്നില്ല. റൊണാൾഡോ പറഞ്ഞാല് കംബാക്ക് എടുക്കുന്നവരാ. ഒന്നും പറയില്ല, വേറൊന്നും പറയില്ല. കംബാക്ക് വീരൻ, വേറൊന്നുമില്ല. ഏറ്റവും ആവേശകരമായ ഒരു മത്സരമായിരുന്നു വേൾഡ് കപ്പിൽ. പിന്നെ അല്ല, എന്തെങ്കിലും പറയണ്ടോ? റൊണാൾഡോനെ അധിക്ഷേപിച്ചവർക്കൊക്കെ ഒരു മറുപടിയായി. MS സനീഷ് കുമാറും ഒപ്പം എൽദോ പോൾ പുതുച്ചേരിയും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. എൽദോ, പോർച്ചുഗൽ ആരാധകർ കാത്തിരുന്ന നിമിഷം, ക്രിസ്ത്യാനോ ആരാധകർ കാത്തിരുന്ന നിമിഷം ഒന്ന് ചങ്കിടിപ്പിച്ചെങ്കിലും ഏറ്റവും ഒടുവിൽ വിജയക്കുതിപ്പിലേക്ക് കാര്യങ്ങളെത്തി. എന്തായിരുന്നു മത്സരത്തിന്റെ ആകെയുള്ള ഒരു ടോട്ടൽ ഒരു വിലയിരുത്തൽ? ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു രഞ്ജിത്ത്. ഒരുപക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ആദ്യ പകുതിയിൽ കാര്യമായിട്ടുള്ള മികവ് കാട്ടാനും കഴിഞ്ഞില്ല എന്ന് പറയണം. അധികം ടച്ചുകൾ ക്രിസ്ത്യാനോയ്ക്ക് ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാം പകുതിയിൽ അദ്ദേഹത്തിന് ഒരു പെനാൽറ്റി അവസരം ലഭിച്ചു. എപ്പോഴും പെനാൽറ്റിയിൽ പുലർത്തുന്ന മികവ് ഇവിടെയും ക്രൊയേഷ്യക്കെതിരെയും ക്രിസ്ത്യാനോ റൊണാൾഡോ അത് തുടർന്നു. അങ്ങനെ മനോഹരമായി തന്നെ സമനില ഗോൾ കണ്ടെത്തി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ മത്സരത്തിൽ ആദ്യ ഗോൾ നേടുന്നത് ക്രൊയേഷ്യയാണ്. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ ആദ്യ പകുതിയിൽ പന്തിന് നിയന്ത്രണം പോർച്ചുഗലിനായിരുന്നു. പക്ഷേ ഈ ചെറിയ പാസുകളുമായി മനോഹരമായിട്ടുള്ള പാസിംഗ് ഗെയിമുമായിട്ടാണ് ക്രൊയേഷ്യ ഈ മത്സരത്തിൽ ശ്രദ്ധേയമായത്. മത്സരത്തിൽ ക്രൊയേഷ്യയുടെ പ്രകടനം അത്തരത്തിലായിരുന്നു. എന്തായാലും ക്രൊയേഷ്യയ്ക്ക് ആദ്യം ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചു. ഇയാൻ പെരിസിച്ചിലൂടെ 53-ാം മിനിറ്റിൽ ക്രൊയേഷ്യയാണ് ആദ്യം സ്കോർ ചെയ്യുന്നത്. പിന്നീടാണ് അവിടെ പെനാൽറ്റി ബോക്സിലെ ഫൗളിന് അവിടെ റൊണാൾഡോയിലൂടെ പെനാൽറ്റിയിലൂടെ 68-ാം മിനിറ്റിൽ പോർച്ചുഗൽ സമനില പിടിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇഞ്ചുറി ടൈമിലാണ് അവിടെ ഗോൺസാലോ റാമോസ് പോർച്ചുഗലിന്റെ വിജയ ഗോൾ കണ്ടെത്തുന്നത്. മത്സരം ഏതാണ്ട് 10 മിനിറ്റാണ് അഡീഷണൽ ടൈമായി നൽകിയത്, ആഡ് ഓൺ ടൈമായിട്ട് നൽകിയത്. ആഡ് ഓൺ ടൈമിന്റെ അവസാന മിനിറ്റിൽ ക്രൊയേഷ്യ പന്ത് വലയിൽ എത്തിച്ചുവെങ്കിൽ പോലും പക്ഷേ അവിടെ ഒരു ഓഫ്സൈഡ് ഫ്ലാഗ് അല്ല, വാർ ചെക്കിങ്ങിൽ അത് ഓഫ്സൈഡ് ആണെന്ന് കണ്ടെത്തുകയും അങ്ങനെ ഗോൾ ഡിസലോ ചെയ്യുകയാണ് ഉണ്ടായത്. എന്താണെങ്കിലും വാശിയേറിയ മത്സരമായിരുന്നു, ആവേശം നിറഞ്ഞ പോരാട്ടമായിരുന്നു. രണ്ടാം പകുതിയിൽ ക്രൊയേഷ്യ കൂടുതൽ ഉണർന്നു. ആദ്യ പകുതിയിൽ പോർച്ചുഗൽ നിയന്ത്രണത്തിലായിരുന്നു. ഇതാണ് മത്സരത്തിൽ പുതുചിത്രം. ഏറ്റവും സങ്കടകരം, ലൂക്ക മോഡ്രിച്ചിനെ ഇനി ലോകകപ്പ് വേദിയിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ക്രൊയേഷ്യ 2018 റണ്ണേഴ്സ് അപ്പ് ആക്കിയ ലൂക്ക മോഡ്രിച്ച്, പിന്നീട് റയൽ മാഡ്രിഡിന്റെ ഇതിഹാസ താരമായിട്ടുള്ള ലൂക്ക മോഡ്രിച്ച്, ക്രൊയേഷ്യയുടെ എക്കാലത്തെ മികച്ച മിഡ്ഫീൽഡ് ജനറൽ, അദ്ദേഹം തോൽവിയോടുകൂടി ഈ ലോകകപ്പിൽ നിന്ന് മടങ്ങുകയാണ്. ഒരു ഘട്ടത്തിൽ ക്രിസ്ത്യാനോയ്ക്ക് സങ്കടം നിറഞ്ഞ ഒരു മുഖഭാവം പോലും മത്സരശേഷം കണ്ടു. രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്യുന്നത് കണ്ടു. എന്നാലും ക്രിസ്ത്യാനോ റൊണാൾഡോ, ലൂക്ക മോഡ്രിച്ച് ഇതിഹാസങ്ങളുടെ പോരാട്ടത്തിൽ അവിടെ റൊണാൾഡോ മുന്നേറുകയാണ്. അടുത്ത
ഘട്ടത്തിലേക്ക് റൊണാൾഡോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിനിടയിൽ അതായത് 10 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുക 80-ാം മിനിറ്റിലാണ് റൊണാൾഡോയെ പിൻവലിക്കുന്നത് മാർട്ടിനസ്. എന്താണെങ്കിലും ഒരു പെനൽറ്റി ഗോളിന്റെ മികവിൽ റൊണാൾഡോ ടീമിനെ സമനിലയിലെത്തിച്ചു. പിന്നീട് അവിടെ പോർച്ചുഗൽ വിജയ ഗോൾ കണ്ടെത്തുകയും ചെയ്തു ഇഞ്ചുറി ടൈമിൽ. രഞ്ജിത്ത്, ഏതായാലും വലിയ ആവേശ പോരാട്ടത്തിൽ വിജയം നേടിയിരിക്കുന്നത് റൊണാൾഡോയുടെ പോർച്ചുഗലാണ്. ലൂക്ക മോഡ്രിച്ച് ആരാധകരെ അത്തരത്തിൽ ലുക്ക മോഡ്രിച്ചിൻ്റെ ആരാധകർ നമുക്കറിയാം, രണ്ടുപേരും ഫുട്ബോൾ ലോകത്ത് ഇതിഹാസ താരങ്ങൾ തന്നെയാണ്. ക്രൊയേഷ്യൻ ഇതിഹാസം കൂടിയായ ലൂക്ക മോഡ്രിച്ചിൻ്റെ വിടവാങ്ങൽ മത്സരം കൂടിയായി ലോകകപ്പിൽ നിന്ന് ഇത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്.